വെൽക്കം ടു ലേണിംഗ് മിറൽസ്. പരമശിവന്റെ വാഹനമാണ് നന്ദി എന്ന കാള. ശിവഭൂതങ്ങളിൽ പ്രധാനിയായ നന്ദിയെ പല ചിത്രങ്ങളിലും നമുക്ക് കാണാനാകും. ശിവമോഹിനി, പ്രദോഷ നൃത്തം, ശക്തി പഞ്ചാക്ഷരി, ശിവലിംഗാലിംഗനം എന്നീ ചിത്രങ്ങളിലെല്ലാം നന്ദിയെ വരയ്ക്കാറുണ്ട്. ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് പരമശിവന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന നന്ദിയുടെ ചിത്രമാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണിത്. ലേൺ മിറൽസിൻ്റെ ഓൺലൈൻ മിറൽ പെയിൻറ്റിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ലേൺ മിറൽസ് എന്ന നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് വരയ്ക്കാൻ. ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ലൈൻസ് ഞാൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ സ്ട്രക്ചർ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടായിട്ട് നമുക്ക് കാല് വരയ്ക്കണം. ഫ്രണ്ടിലുള്ള 2 കാലുകളാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി കഴുത്തിലായിട്ടൊരു ആഭരണമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇതിൽ ഇതുപോലെ മണി കെട്ടിയിട്ടിരിക്കുന്നത് പോലെയുള്ളതാണ്. ഇത്രയാണ് സ്കെച്ചിങ്ങിലുള്ള പാർട്ട്. നമുക്കിനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
റെഡ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാർലറ്റ് ലിക്കിൻ്റെയും ബേൺസീനയുടെയും 1:1 എന്നുള്ള റേഷ്യോയിലുള്ള മിക്സാണ് എടുത്തിരിക്കുന്നത്. ഒരു പോയിൻറ്റഡ് ബ്രഷാണ് ഞാനിവിടെ ഔട്ട്ലൈൻ ചെയ്യാനെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഡ്രൈ ആയതിനു ശേഷം പെൻസിൽ ലൈൻസൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് മാറ്റിയിട്ട് നമുക്കടുത്ത പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. ഇനി അടുത്ത് ചെയ്യാനുള്ളത് യെല്ലോയുടെ വാഷാണ്. ഞാനിവിടെ ഓക്കർ യെല്ലോയാണ് വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ആദ്യം ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി ഈ ഒരു പോർഷനാണ് നമുക്കിവിടെ വാഷ് ചെയ്യേണ്ടത്. ഞാനത് കുറച്ചൊരു തിക്കായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഇവിടെയുള്ള ഈ ആഭരണത്തിലാണ് യെല്ലോ വാഷ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെഡിൻ്റെ ഷെയ്ഡിംഗ് ആണ് കൊടുക്കാനുള്ളത്. നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാനെടുത്ത അതേ റെഡ് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ടും. ആദ്യം ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അത് വെള്ളം വളരെ കുറച്ച് മാത്രം വെള്ളം എടുത്തിട്ട് ഒന്ന് ഡിസോൾവ് ചെയ്തെടുക്കാം. തേലിനും പിന്നെ ഈ കുളമ്പിൻ്റെ ഭാഗത്തിനൊക്കെ നമുക്കിവിടെ റെഡ് ഡയറക്റ്റ് കൊടുക്കാം. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലും റെഡിൻ്റെ ഷെയ്ഡിംഗ് ആണ് നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തായിട്ട് ഗ്രീന് ചെയ്യാം. ഗ്രീന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സാപ്പ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. സാപ്പ് ഗ്രീൻ വളരെ ലൈറ്റാക്കിയിട്ടൊന്ന് നമുക്കൊന്ന് ആദ്യം വാഷ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിനെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഡയലൂട്ടഡ് അല്ലാത്ത രീതിയിൽ കുറച്ച് തിക്നെസ്സിൽ എടുത്തിട്ടുള്ള സാപ്പ് ഗ്രീൻ കൊണ്ട് തന്നെയാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. ഗ്രീൻ നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇപ്പോൾ നമ്മൾ സാപ്പ് ഗ്രീൻ ഡയറക്റ്റ് എടുത്ത് ഔട്ട്ലൈന് ഇതുപോലൊരു ഔട്ട്ലൈൻ കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് വെള്ളം വെച്ച് മാത്രം ഒന്ന് ഡിസോൾവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേ കളർ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു പാറ്റേൺ ചെയ്യാനുള്ളത്. ഇത് നന്ദിയുടെ പുറത്ത് ഇട്ടിരിക്കുന്ന ഒരു ക്ലോത്തിൻ്റെ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഡിസൈനാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തത് ബ്ലാക്ക് ഔട്ട്ലൈനാണ് ചെയ്യാനുള്ളത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം.